ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും മൊബൈലിൽ റീസെർച്ച് ചെയ്തിട്ടുണ്ടാവും, സെർച്ച് ചെയ്തിട്ടുണ്ടാവും. സെർച്ച് ചെയ്യാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ഈ സെർച്ച് ചെയ്യുക എന്നാൽ എന്താണ്? റീസെർച്ച് എന്നാൽ എന്താണ്? അതാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് റീസെർച്ച്? ഒരു പ്രത്യേക വിഷയം എടുത്ത് അതിനെ സെർച്ച് ചെയ്ത് പുതിയ വിവരം കണ്ടെത്താനോ അല്ലെങ്കിൽ നിലവിലുള്ള അറിവ് കൂടുതൽ മനസ്സിലാക്കാനോ വേണ്ടി വിശദമായി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് റീസെർച്ച്. ഇത് വിവരങ്ങൾ ശേഖരിക്കും, അവ വിശകലനം ചെയ്യും, പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുക? എന്തിനാണ് റീസെർച്ച്? ഒരു പ്രത്യേക വിഷയമെടുത്തിട്ട് അതിനെക്കുറിച്ച് അറിയാത്തവ റീസെർച്ച് ചെയ്ത് കണ്ടെത്തുകയും അല്ലെങ്കിൽ അറിയുന്നവർ തന്നെ വീണ്ടും വിശകലനം കുറച്ചും കൂടി നന്നായി പഠിക്കുകയും ചെയ്യുന്നതിനെയാണ് റീസെർച്ച് എന്ന് പറയുന്നത്. റീസെർച്ച് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ സ്വന്തം ചിന്തിച്ച് പുതിയവ കണ്ടെത്തുന്നു. അല്ലാതെ നമ്മൾ പണ്ട് പലരും ഓരോന്നും സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയത് ഉണ്ടാവും. അതൊക്കെ ഒന്നും കൂടി നമ്മളെടുത്ത് നോക്കുന്നു. അതാണ് നമ്മൾ ഗൂഗിളിലും മറ്റും ചെയ്യുന്നത്. അപ്പോൾ പുതിയ വിവരങ്ങൾ അതിനെക്കുറിച്ച് ശേഖരിക്കുന്നു, കൂടാതെ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു, പുതിയ ഓരോ കണ്ടെത്തലുകൾ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഴയത് എടുത്ത് പഠിച്ചതിന് ശേഷം വീണ്ടും പുതിയവ കണ്ടെത്തുന്നു. ഇതാണ് സെർച്ച് അഥവാ റീസെർച്ച്.